ഹലോ നമസ്കാരം, ഡോക്ടർ എലിസബത്ത് ആണ് സംസാരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ പിടിവാശിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മൾ ദേഷ്യപ്പെട്ടിട്ടാണോ, കുറ്റം പറഞ്ഞിട്ടാണോ, അവരെ വഴക്ക് പറഞ്ഞിട്ടാണോ, ചെയ്യാത്ത കാര്യങ്ങളെല്ലാം എണ്ണിപ്പെറുക്കി പറഞ്ഞിട്ടാണോ? ഇങ്ങനെയാണോ നമ്മൾ കുട്ടികളുടെ സ്വഭാവത്തിനെ അല്ലെങ്കിൽ പിടിവാശിനെ മാനേജ് ചെയ്യുന്നത്? ഈ ജനിച്ച വീണ കഴിഞ്ഞ് 1 വയസ്സൊക്കെ ആകുമ്പോഴേ കുട്ടികളുടെ കയ്യിൽ ഫോണാണല്ലേ. ഈ ഫോൺ കൊടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ കുട്ടികൾക്കിടയ്ക്ക് നമ്മൾ കാണാൻ കൊടുക്കും. ഈ കാണാൻ കൊടുക്കുമ്പം കുട്ടികൾ അതിൻ്റെ അകത്തെ വെള്ളപ്രകാശം, സൗണ്ട്, അതിൻ്റെ മൂവ്മെന്റ്സ് എല്ലാം കണ്ട് അതിന് ആകൃഷ്ടരായി കഴിയുമ്പോഴത്തേക്കും നമ്മളത് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് ഒരു 2-3 പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കുട്ടി ഇത് ചോദിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കാതിരിക്കും. അപ്പോൾ കുട്ടി കരഞ്ഞു കാണിക്കും. കുട്ടി കരഞ്ഞു കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? അയ്യോ, കുട്ടി കരഞ്ഞല്ലോ, കുട്ടി കരയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫോൺ കൊടുക്കുന്നു. അപ്പോൾ കുട്ടി അവിടെ ഒരു ബിഹേവിയർ പഠിക്കുവാണ്. ഞാൻ കരഞ്ഞു കാണിച്ചാൽ എനിക്ക് ഫോൺ കിട്ടും എന്ന ഒരു സ്വഭാവ രീതി അവിടെ പാറ്റേൺ ഡെവലപ്പ് ചെയ്യുവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് റിപ്പീറ്റഡായി കണ്ടിന്യൂസ് ആയി ഈ പാറ്റേൺ നമ്മുടെ വീട്ടിൽ തുടരുമ്പോൾ ഒരു പിടിവാശി അവിടെ രൂപം കൊള്ളുകയാണ്. അങ്ങനെയാണ് നമ്മുടെ കുട്ടികളിൽ പിടിവാശി രൂപം കൊള്ളുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, നമ്മൾ മാതാപിതാക്കളുണ്ടാവും, നമ്മുടെ കുട്ടികളുണ്ടാവും. ഓരോ തലമുറയിലും ഉള്ള ആൾക്കാരുടെ വർത്തമാന രീതികൾ ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോഴത്തെ ജെൻസി ആൽഫ ഇങ്ങനെയുള്ള ഓരോ തലമുറയിലുള്ള കുട്ടികളുടെ വാക്കുകൾ പറയുന്നത്, അവർ സംസാരിക്കുന്ന രീതി, അവരുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പം മാതാപിതാക്കൾ പറയും, ഗ്രാൻഡ് പാരൻസ് പറയും, ഞങ്ങളുടെ പഴയ കാലത്ത് ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പം നമ്മളായിട്ടുള്ള മാതാപിതാക്കൾ പറയും, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്, നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇങ്ങനെ ചോദിച്ച് നമ്മൾ പിള്ളേരെ പ്രഷർ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളുടെ കൂടെ പിന്തുടരുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ ഒരു ഒതോറിറ്റേറിയനായി മുൻപിലോ സൈഡിലോ നിൽക്കാതെ അവരുടെ കൂടെ കൂട്ടായി ചേർന്ന് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് അവരുമായി നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് കുട്ടികളുടെ ഭാഷയെ നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. അവരുടെ ഫീലിങ്സ് എങ്ങനെയാണ് പോകുന്നത്, അവരുടെ ചിന്തകൾ എന്താണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ അവരുമായി സംസാരിച്ച് കൊച്ചു വർത്താനം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവരുടെ ആ സംസാരത്തിന്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ കൂട്ടുകൂടിക്കൊണ്ട് ഓർഡർ ഇടാതെ ഇന്നത് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് ഓൾവേസ് കമാൻഡ് ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ കുട്ടികളോട് നമുക്ക് സംസാരിക്കാം. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെ ചെയ്യണം, ആ കുട്ടികളുടെ ഐഡിയ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. നമ്മളുടെ ഐഡിയ ചെയ്യണം എന്നല്ല പറയേണ്ടത്, കുട്ടികളുടെ ഐഡിയയോട് കൂടി നമ്മുടെ ഐഡിയയും കൂടി ഇട്ട് കൊടുത്തിട്ട് നീ നിന്റേതായ രീതിയിലുള്ള പുതിയ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ കുട്ടികൾ നല്ലത് ഇപ്പം നമ്മൾ പറയുന്നതായിരിക്കില്ല അവർ ചെയ്യുക. അവരവരുടേതായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് 3-4 ഓപ്ഷൻസ് നമ്മൾ അവർക്ക് കൊടുക്കുവാണ്. ഒരു കാര്യത്തിന് എങ്ങനെ ചെയ്യാം, പഠിക്കേണ്ട കാര്യത്തിനെ ആണെങ്കിലും, അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസിന്റെ കാര്യത്തിലാണെങ്കിലും, അടുക്കിപ്പെറുക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും, കുട്ടികളുടെ ഒപ്പീനിയൻസിന്റെ അകത്തുനിന്ന് നമ്മൾ പല ഓപ്ഷൻസ് നമ്മൾ അവരോട് സംസാരിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് അവരോട് പറയും, ഇത്രയും ഓപ്ഷൻസ് ഉണ്ടോ മക്കളെ നിങ്ങൾക്ക്, ഈ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങളായിട്ട് നല്ലൊരു ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ ആ ഓപ്ഷൻ എടുപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, വൈകാരിക സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ അടിച്ചേൽപ്പിക്കുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ കുട്ടികളുടേതായ ഒരു വ്യക്തിത്വം വളരുകയും അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുകയും അവർ ആ ചെയ്യുന്ന കാര്യത്തിൽ അഭിമാനത്തോടുകൂടി ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ നല്ലൊരു സ്വഭാവത്തിന്റെ പാറ്റേണിലേക്ക് വരികയും നമ്മൾ അവരെ നിർബന്ധിക്കാതെ തന്നെ, അവരുടെ ആ പിടിവാശി ഒന്നും ഇല്ലാതെ തന്നെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കുട്ടികളായി മാറുകയും ചെയ്യും. അപ്പം നല്ലൊരു കുട്ടികളെ വാർത്തെടുക്കുവാൻ മാതാപിതാക്കൾക്ക് ഈ വീഡിയോ സഹായമാകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുവാണ്. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.